അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തിരിച്ചറിയാൻ വേണ്ടി ഖബറിന്റെ മുകളിൽ പേരും വീട്ടുപേരും ജനന സമയവും മരണസമയവും ഒക്കെ എഴുതി വെക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി പണ്ഡിതന്മാർ നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ ഖബറുകളുടെ മുകളിൽ മീസാൻ കല്ല് വെക്കുകയും അവിടെ മരിച്ച ആളുടെ പേരും ജനന തീയതിയും അതേപോലെ മരിച്ച ദിവസവും ഒക്കെ എഴുതി വെക്കാറുണ്ട്. ഇത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഖബറിന്റെ മുകളിൽ ഈ രൂപത്തിലുള്ള എഴുത്തുകുത്തുകൾ ഒഴിവാക്കണമെന്ന് തന്നെയാണ്. അതിനവർ പറയുന്ന തെളിവ് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം തിർമിദിയും ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയുജസ്സൽ ഖബറ, ഖബറിൽ കുമ്മായം അടിക്കുന്നത്, പെയിന്റ് അടിക്കുന്നതും, വയുഖഅദ അലൈഹി, ഖബറിന്റെ മുകളിൽ ഇരിക്കുന്നതും, വയുബ്ന അലൈഹി, ഖബറിൽ എടുപ്പുകൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതും ഖബർ കെട്ടിപ്പൊക്കുന്നതും, വയുഖ്തബ അലൈഹി, ഖബറിൽ എഴുതുന്നതും പ്രവാചകൻ വിരോധിച്ചു. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖബറിന്റെ മുകളിൽ പേരോ മറ്റോ എഴുതി വെക്കുന്നത് ശരിയല്ല, അത് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ ഖബറിൽ പെയിന്റ് അടിക്കുന്നതും ഖബർ കെട്ടിപ്പൊക്കുന്നതും ഖബറിന്റെ മുകളിൽ ഇരിക്കുന്നതും ഒക്കെ വിരോധിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ ഖബറിൽ മീസാൻ കല്ലാവട്ടെ, അല്ലാത്ത കല്ലുകളാവട്ടെ, അല്ലെങ്കിൽ ഫലകങ്ങളാവട്ടെ, അങ്ങനെയൊന്നും എഴുതി വെക്കാൻ പാടില്ല എന്നുള്ളതാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്നയാളുടെ ഖബറാണെന്ന് അറിയാൻ എന്തെങ്കിലും അടയാളം വെക്കാമോ? അത് കേവലം അടയാളം എന്ന നിലയിൽ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖയോ വെക്കാം എന്നുള്ളത് ചില പണ്ഡിതന്മാർ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവർ പറയുന്ന വിഷയം, ഇങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് അവിടെ ആളുകളുടെ മഹത്വമോ ആളുകളുടേതായ പവിത്രതയോ ആ മരിച്ചുപോയ ആളുകളുടെ ഒരു ശ്രേഷ്ഠതയോ കാണിക്കാൻ വേണ്ടിയുള്ള ഒന്നും അത് ആകരുത്, കേവലം തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. അതിന് തെളിവായി ഉദ്ധരിക്കുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലമ ഖബറ ഉസ്മാൻ ഇബ്നു മൽഊൻ ബി സുഖറത്തിൻ, ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ ഒരു അടയാളമായി ഒരു കല്ല് വെച്ചു എന്നാണ്. അപ്പൊ അടയാളമായി കല്ലോ അല്ലെങ്കിൽ ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു കുറ്റിയോ ഒക്കെ വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അടയാളത്തിന്റെ ഭാഗമായി അങ്ങനെ വേണമെങ്കിൽ ഇഷ്ടിക കഷ്ടമോ അല്ലെങ്കിൽ ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു ചെടിയോ ഒക്കെ വെക്കാം. എന്നാൽ ചില ആളുകൾ ചെടി വെക്കൽ പ്രത്യേകമായി പവിത്രതയുണ്ട് എന്ന് പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറുകൾക്കിടയിലൂടെ നടന്നു പോയപ്പോൾ ആ ഖബറിലെ ശിക്ഷ ലഘൂകരിച്ച് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് പനമ്പട്ട കീറി ആ ഖബറിൽ കുത്തിയതായി ചില രേഖകളുണ്ട്. അതവിടെ പ്രത്യേകമായ ഖാസായ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉൾപ്പെടെയുള്ള ഖബറുകളുടെ മുകളിൽ ഇഷ്ടിക പോലെയുള്ള അടയാളങ്ങളാണ് വെച്ചതെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ചെടി വെക്കുന്നത് പ്രത്യേകമായി സുന്നത്ത് എന്നൊരു ധാരണ വേണ്ട. അടയാളം എന്ന രൂപത്തിൽ പ്രവാചകൻ സ്വീകരിച്ചത്, പ്രവാചകന്റെ ഖബറിൽ സ്വഹാബിമാണ് സ്വീകരിച്ചത്, ഇഷ്ടിക നാട്ടുക എന്നുള്ളതാണ്. അവിടെ പേരെഴുതുകയോ വർഷം എഴുതുകയോ ഒന്നും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് മീസാൻ കല്ല്, ചന്ദ്രക്കലയുടെയും മറ്റു ആകൃതിയിലുമൊക്കെ മീസാൻ കല്ല് ഉണ്ടാക്കിയിട്ട് അവിടെ പേരെഴുതുകയും ജനനത്തീയതി എഴുതുകയും മരണത്തീയതി എഴുതുകയും അയാളുടെ മഹത്വം എഴുതി വെക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്, തെറ്റാണ്, ഹദീസിന് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.